ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോവിഡ് വാക്സിനേഷൻ എടുത്തവർക്ക് അവരുടെ സർട്ടിഫിക്കേഷനിൽ വന്ന കറപ്ഷൻസുകൾ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻസുകൾ ഉണ്ടെങ്കിൽ നമുക്കെന്താണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. നെയിമിലും അതുപോലെ തന്നെ ഇനിഷ്യലിലും അങ്ങനെ ഫോൺ നമ്പറിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ആ ഒരു കറപ്ഷൻസ് ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഗൂഗിളിൽ ചെന്നതിന് ശേഷം അവിടെ കോവിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ കോവിൻ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ ഓർ സൈനിങ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ഈ ഒരു ഫോൺ നമ്പർ നമ്മുടെ വാക്സിനേഷന് വേണ്ടി കൊടുത്ത ആ ഒരു ഫോൺ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ആ ഒരു OTP വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP ഇവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെരിഫൈ പ്രൊസീഡ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് വരും. അപ്പോൾ എന്താണ്, ഞാനിവിടെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ആ ഒരു സർട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ റൈസ് ആൻഡ് ഇഷ്യൂ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഇവിടെ കാണാം കറപ്ഷൻ ഇൻ മൈ സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് നെയിം, ഏജ്, ജെൻഡർ, ഫോട്ടോ ID. അതായത് നമ്മുടെ സർട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ജെൻഡർ അതുപോലെ തന്നെ നെയിം, ഫോട്ടോ ID, ഏജ് എന്നിവയിൽ എന്തെങ്കിലുമൊക്കെ കറപ്ഷൻസുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് മുകളിലായിട്ടൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കറപ്ഷൻസുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ എന്ത് ചെയ്യുക, വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, ആ ഒരു പ്രോബ്ലം റീസോൾവ് ചെയ്ത് തരും എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിമും അതുപോലെ തന്നെ ഏജും ജെൻഡറും ഫോട്ടോ IDയും അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ അകത്ത് 2 ഡിസ്ക്ലൈമർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വാക്സിൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ഓൺലി ബി ചേഞ്ച് 1 ടൈം. അതായത് ഫസ്റ്റ് ടൈം, ഒറ്റ ടൈം മാത്രമേ ഈ ഒരു വാക്സിൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് തെറ്റുകൾ തിരുത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചേഞ്ചിങ് എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ നെയിം ആൻഡ് ID ടു ക്രിയേറ്റ് എ ഫേക്ക് വാക്സിൻ. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഫേക്ക് വാക്സിൻസുകൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ID യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ഏറ്റവും താഴെയായിട്ട് ചേഞ്ച് ഇൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ടേക്ക് അപ് ടു 24 hours. അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സെലക്ട് മെമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താണ്, ആരുടെ പേരിലാണ് വാക്സിൻ എടുത്തിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക് ഇവിടെ വരും. അതായത് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളപ്പോൾ എന്താണ്, അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ആളിൻ്റെ നെയിം ഇവിടെ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താണ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ. അതായത് നമുക്കിവിടെ നെയിം ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇയർ ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാം, ജെൻഡർ ചേഞ്ച് ചെയ്യാം, ഫോട്ടോ ID, ആധാറാണോ പാസ്പോർട്ടാണോ എന്ത് ID ആണ് നിങ്ങൾ കൊടുത്തത് ആ ഒരു ID പ്രൂഫ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് യു ക്യാൻ റിക്വസ്റ്റ് അപ് ടു ചേഞ്ച് മാക്സിമം ഇൻ എ സർട്ടിഫിക്കറ്റ്. അതായത് ഒരു സർട്ടിഫിക്കറ്റിൽ 2 ചേഞ്ച് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വരുത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് ഒന്നുകിൽ നെയിം ആൻഡ് ജെൻഡർ അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് ആൻഡ് ഫോട്ടോ ID, അങ്ങനെ ഏതെങ്കിലും 2 ഓപ്ഷൻസുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ഇവിടെ ചേഞ്ച് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ചേഞ്ച് ചെയ്യാനുള്ള, അപ്പോൾ നെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇയർ ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കറക്റ്റായിട്ടുള്ള ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഒറ്റ തവണ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ താഴെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മൾ എന്താണ് കണ്ടിന്യൂ കൊടുത്തപ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒറ്റ തവണ മാത്രമേ ഇത്
ചേഞ്ച് വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കി ചേഞ്ച് വരുത്തണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ചേഞ്ച് വരുത്തിയതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പ്രൊഫൈലിൽ കയറി വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക അത് ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണുള്ളത്, വളരെ സിമ്പിളാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചേഞ്ച് വരുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.